നന്ദു ഞെട്ടിത്തരിച്ചുകൊണ്ട് അവനെ മുഖമുയർത്തി നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ ഏസയുടെ നേർക്ക് മാത്രമായിരുന്നു. അങ്ങനെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, തെളിവ് വേണം. ഭാര്യയാണെങ്കിൽ തന്നെ ഈ കൊച്ചിനെ കണ്ടിട്ട് അതിന് യാതൊരു ലക്ഷണവും ഇല്ലല്ലോ. കഴുത്തിൽ താലിയോ നെറുകിൽ സിന്ദൂരോ ഇല്ല, പിന്നെ എങ്ങനെ തൻ്റെ ഭാര്യയാകും? ഏസൈ ചേലയ്ക്ക് ചാരിയിരുന്നുകൊണ്ട് അവൻ്റെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു നിമിഷം അയാളുടെ ചോദ്യത്തിന് അവൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ തലചരിച്ച നന്ദുവിനെ എന്ന് നോക്കി. അവളുടെ ദയനീയമായ നോട്ടം കണ്ടതും അവനൊന്ന് ശ്വാസം മാഞ്ഞെടുത്ത് വീട്ടുകൊണ്ട് പറഞ്ഞു, നാളെയാണ് സാർ ഞങ്ങളുടെ വിവാഹം. അവൻ പറഞ്ഞതും കേട്ട് എസ്ഐയുടെ നെറ്റിച്ചുളിഞ്ഞു. കുറച്ച് പ്രശ്നങ്ങളുണ്ട് സാർ. ഞാനും നന്ദുവും തമ്മിൽ ഓൺലൈൻ വഴിയുള്ള പ്രണയമായിരുന്നു. ഞങ്ങളെ രണ്ടുപേരുടെയും നാടുകൾ തമ്മിൽ കുറച്ചധികം ദൂരമുണ്ട്. ഒരിക്കലും പിരിയാൻ പറ്റില്ലെന്ന് ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം വീട്ടിലറിയിച്ചു. മുറപ്പെണ്ണായിട്ട് കുഞ്ഞിലെ തന്നെ എൻ്റെ കല്യാണം തീരുമാനിച്ചിരുന്നുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഈ ബന്ധത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും 5 വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അതിനുശേഷം അവളെ വളർത്തിയതൊക്കെ അവളെ അമ്മാവനായിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പുള്ളിയും ശക്തമായി തന്നെ എതിർത്തു. എന്ത് സംഭവിച്ചാലും ഇവളെ നഷ്ടപ്പെടുത്താൻ കഴിയില്ലായിരുന്നു സാർ. അതുകൊണ്ടാണ് മറ്റൊന്നും ആലോചിക്കാതെ ഇവളെയും കൂട്ടി പുറപ്പെട്ടത്. നിമിഷം നേരം കൊണ്ടൊരു കഥ മെനഞ്ഞെടുത്തുകൊണ്ട് അവൻ അയാൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കേട്ടതും ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു പാവം നന്ദു. ഓ, അപ്പം വീട്ടുകാർ ആരും അറിയാതെ ഒളിച്ചോടി വന്നിരിക്കുകയാണല്ലേ. എടി കൊച്ചേ, നിന്റെ വീട്ടുകാരോട് നീ ചെയ്യുന്നത് ശരിയാണോ? എസ് ഐ അവളെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. സാർ അങ്ങനെ പറയരുത്. ഞങ്ങൾ പ്രായപൂർത്തിയായവരല്ലേ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതിൽ എന്ത് തെറ്റാണുള്ളത്? ആനന്ദ് അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, അതും ശരിയാണ്. അപ്പോൾ ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? അത് എനിക്ക് ബാംഗ്ലൂരാണ് ജോലി. ഇവിടെയും കൊണ്ട് അങ്ങോട്ട് പോയാലോ എന്നാണ് കരുതുന്നത്. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനു മുൻപ് ഒന്നുണ്ട്. എന്താ സാർ? അയാൾ പറഞ്ഞു കേട്ട ആനന്ദും നന്ദും സംശയത്തോടെ അയാളെ നോക്കി. വിവാഹം ഇന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണം. എസ് ഐ പറഞ്ഞു കഴിഞ്ഞതും ആനന്ദും നന്ദുവും ഞെട്ടലോടെ അയാളെ തുറച്ചു നോക്കി. അത് സാർ, എന്താ പറ്റില്ലേ? അവരുടെ പരിങ്ങൾ കണ്ടതും അയാളെ നീട്ടിച്ചുളിഞ്ഞു. ഏയ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ബാംഗ്ലൂർ ചെന്നിട്ട് നടത്താമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അവിടെയാകുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടല്ലോ. എസ് ഐയുടെ മുഖത്തെ സംശയഭാവം കണ്ടതും ആനന്ദ് വെപ്രാളത്തോടെ പറഞ്ഞു. അത് വേണ്ട, ആദ്യം വിവാഹം, അത് കഴിഞ്ഞ് പോകുന്നത്. അയാളുടെ ശബ്ദത്തിലെ കടുപ്പം മനസ്സിലായതും ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ ആനന്ദ് നന്ദുവിനെ എന്ന് നോക്കി. ആ സമയം അവളും നിസ്സഹയായിരുന്നു. സാർ, പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ നന്ദു അയാളെ എന്ന് വിളിച്ചു. അല്ല സാർ, ഇവിടെ വെച്ച് വിവാഹം നടത്തിയാൽ എൻ്റെ അമ്മാവനൊക്കെ അറിഞ്ഞ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലോ? ബാംഗ്ലൂർ ആകുമ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. അവൾ പ്രതീക്ഷയോടെ പറയുന്ന കേട്ടതും എസ് ഐ അവളെ നിന്ന് നോക്കി. എൻ്റെ കൊച്ചേ, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. എത്രയൊക്കെ വിശ്വാസമാണെന്ന് പറഞ്ഞാലും വിവാഹം രജിസ്റ്റർ ചെയ്യാതെ ഒരുത്തൻ്റെ കൂടെ ജീവിതം തുടങ്ങുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അയാൾ പറഞ്ഞു കേട്ട് അവളൊരു വിളറി ചിരിച്ചതേയുള്ളൂ. ആ, ഇനി നിങ്ങൾക്കത് പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്കത് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇന്ന് തന്നെ ഇവൻ്റെ കൂടെ വിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും ഉത്തരം പറയും. സോ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോ. അയാൾ പറഞ്ഞത് മാനന്ദും നന്ദുവും ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന മട്ടിൽ പരസ്പരം നോക്കി നിന്നു. രാമേട്ടാ, രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. അടുത്തുനിന്ന് കോൺസ്റ്റബിളിനോട് എസ് ഐ വിളിച്ചു പറഞ്ഞതും ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന മട്ടിൽ ഇരുവരും നെടുവീർപ്പോടെ ചുമരിലേക്ക് ചേർന്നിരുന്നു. പോലീസ് സ്റ്റേഷനിൽ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ജീപ്പിൽ വന്നിറങ്ങുമ്പോൾ നന്ദുവിൻ്റെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് എസ് ഐ നിർബന്ധം പിടിച്ചതുകൊണ്ട് തന്നെ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ അവരുടെ കൂടെ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു അല്പം പ്രായമായ ഒരു കോൺസ്റ്റബിൾ വന്ന് ക്ഷേത്രത്തിൽ വെച്ച് താലികെട്ട് നടത്തിയിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് എസ് ഐയോട് പറയുന്നത്. അതിന് പ്രകാരം ക്ഷേത്രത്തിലെത്തിയതാണ് നന്ദുവും ആനന്ദും. ക്രീം കളർ ഷർട്ടും മുണ്ടുമായിരുന്നു ആനന്ദിൻ്റെ വേഷം. നന്ദുവിന് കസവ് കരയുള്ള സെറ്റും മുണ്ടും അതിന് ചേരുന്ന മെറൂൺ കളർ ബ്രോക്കേഡ് ബ്ലൗസും. ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായതുകൊണ്ട് തന്നെ സ്റ്റേഷനിലടുത്തുള്ള ഹോട്ടലിൽ പോയി അവർ കുളിച്ച് വേഷം മാറിയിരുന്നു. രണ്ടുപേരും അകത്തേക്ക് വാ, എസ് ഐ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നതും നന്ദു ദയനീയമായി ആനന്ദിനെ ഒന്ന് നോക്കി. അവൻ അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നതും മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ നന്ദുവും അവൻ്റെ പിന്നാലെ നടന്നു. വിവാഹത്തിന് വേണ്ട ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞതും ഇരുവരും ശ്രീകോവിലിന് മുന്നിലേക്ക് കയറി കൈകൾ കൂപ്പി നിന്നു. താലി കെട്ടിക്കോളൂ. ഇരു കൈകളും കൂപ്പി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്നും തന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ഭഗവാനെ നോക്കി കണ്ണുകൾ മുറുക്കി അടച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് പൂജാരിയുടെ വാക്കുകൾ ഇടുത്തി പോലെ നന്ദുവിൻ്റെ ചെവിയിൽ വന്ന് പതിക്കുന്നത്. അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന് മുന്നോട്ടൊന്ന് നോക്കി. പൂജാരിയുടെ കയ്യിൽ ഇരിക്കുന്ന താലത്തിലെ മഞ്ഞച്ചരടിൽ കോർത്ത് പൂജിച്ച് താലി കണ്ടതും അവൾ പകുപ്പോടെ മുഖം തിരിച്ച് ആനന്ദിനെ നോക്കി.
അവൻ്റെ മുഖത്തുമാകെ പരിഭ്രമം തെളിഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കുമ്പോൾ അവളിൽ ദയനീയത തെളിഞ്ഞു നിന്നു. തിരുമേനി താലം ആനന്ദിന് നേരെ നീട്ടിയതും അവൻ ഭഗവാനെ എന്ന് നോക്കി തൊഴുതുകൊണ്ട് താഴത്തിൽ വെച്ചിരുന്ന പൂജിച്ച താലി കയ്യിലേക്ക് എടുത്തു. പരിഭ്രമത്തോടെ നന്ദു അവനെയും താലിയിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. കെട്ടിക്കോളൂ, തിരുമേനി വീണ്ടും പറഞ്ഞതും അവൻ ആ താലിയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ദീർഘശ്വാസം എടുത്തു. ശേഷം കണ്ണുകൾ നിറച്ച് പകപ്പോടെ നിൽക്കുന്നവളുടെ കഴുത്തിലേക്ക് ആ താലി വെച്ചുകൊണ്ട് 3 കെട്ടുകൾ മുറുക്കി കെട്ടി. ആ നിമിഷം മുറുക്കെ അടച്ചു പിടിച്ചിരുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ ഒഴുകി അവൻ്റെ കൈത്തണ്ടയിലേക്ക് വീണു. മുഖമുയർത്തി നോക്കിയവൻ മുന്നിൽ നിർവികാരതയോടെ നിൽക്കുന്നവളെ കണ്ട് വേഗം മുഖം തിരിച്ചു നിന്നു. നേർക്കിൽ സിന്ദൂരം ചാർത്തിക്കോളൂ, തിരുമേനി പറഞ്ഞു കേട്ടവൻ താഴത്തിൽ നിന്നും അല്പം സിന്ദൂരം തൊട്ട് അവളെ നെറുകയിലൂടെ നീട്ടി വരച്ചു. ശേഷം ഇരുവരും പരസ്പരം തുളസിമാല അണിഞ്ഞതും പോലീസുകാരിൽ പ്രായം ചെന്ന ഒരാൾ നന്ദുവിൻ്റെ കൈ പിടിച്ച് ആനന്ദിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കന്യാദാനം നടത്തി. ഇനി നമുക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾ കഴിഞ്ഞതും SI ആനന്ദിനെയും നന്ദുവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തേക്ക് നടന്നു. ദയനീയതയോടെ അതിനേക്കാൾ നിർവികാരതയോടെ അവർ അയാളുടെ പിന്നാലെ ജീപ്പിനടുത്തേക്ക് നടന്നു. വരൻ ഇവിടെ സൈൻ ചെയ്തോളൂ. രജിസ്റ്റർ ഓഫീസിലകത്ത് നിൽക്കുമ്പോൾ രജിസ്ട്രാറുടെ വാക്കുകൾക്കടുത്തും ആനന്ദ് നന്ദുവിനെ എന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് ചെന്നു. പെന്നെടുത്ത് വരൻ്റെ കോളത്തിൽ സൈൻ ചെയ്യുമ്പോൾ ആനന്ദിൻ്റെ കണ്ണുകൾ പലകുറി നന്ദുവിൻ്റെ മുഖത്തേക്ക് നീണ്ടു. ഇനി വധു, രജിസ്ട്രാർ പറഞ്ഞു കേട്ട് എന്തൊക്കെ ആലോചിച്ചുകൊണ്ടെന്ന് നന്ദു ഞെട്ടലോടെ മുഖം തിരിച്ചു നോക്കി. ചെല്ലുകൂട്ടി, പകപ്പോടെ നിൽക്കുന്നവളെ അല്പം മുന്നിലേക്ക് തള്ളിക്കൊണ്ട് SI പറഞ്ഞതും അവൾ നെറ്റിയിൽ പൊടിഞ്ഞ് വീർപ്പ് ഒപ്പിക്കൊണ്ട് ചുറ്റിനും നിന്നവരെയെല്ലാം ഒന്ന് നോക്കി. ഒടുവിലായി അവളുടെ കൈകൾ ആനന്ദിൻ്റെ മുഖത്ത് പതിച്ചതും അവനെ നിർവികാരതയോടെ നോക്കിക്കൊണ്ട് അവൾ പെണ്ണെടുത്ത് വധുവിൻ്റെ കോളത്തിൽ സൈൻ ചെയ്തു. നന്ദു സൈൻ ചെയ്തതും മാറിയതും സാക്ഷികളായി SIയും മറ്റൊരു പോലീസ് ഓഫീസറും സൈൻ ചെയ്തു. വിഷ് എ ഹാപ്പി മാരീഡ് ലൈഫ്. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും ആനന്ദിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് SI പറഞ്ഞു. താങ്ക് യു സാർ. അവനും ഒരു വിളറിയ പുഞ്ചിരിയുടെ മറുപടി പറഞ്ഞു. ഇനി രണ്ടും കൂടെ ബാംഗ്ലൂരോ മൈസൂരോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോയിക്കോ. SI ഇരുവരുടെയും മുഖത്ത് നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും അവരും പതിയെന്ന് പുഞ്ചിരിച്ചു. ശരി എന്നാ വിട്ടോ. രാമേട്ടാ, ഇവരുടെ കാർ കൊണ്ടുവന്നിട്ടില്ലേ? സാർ, പാർക്കിങ്ങിലുണ്ട്. സുധി ഇപ്പോൾ കൊണ്ടുവരും. SI ചോദിച്ചതും അയാൾ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും അവിടെ മുന്നിലേക്ക് ആനന്ദിൻ്റെ കാർ വന്ന് നിന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അവർക്കൊന്നുകൂടെ ആശംസകൾ നൽകിക്കൊണ്ട് SI കാറിലേക്ക് കയറിയിരുത്തി. ഏത് ലോകത്തെന്നതുപോലെ ഇരിക്കുന്ന നന്ദുവിനെ എന്ന് നോക്കിക്കൊണ്ട് ആനന്ദ് പതിയെ കാർ മുന്നോട്ടെടുത്തു. അവിടെ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക്. അപ്പോൾ നിങ്ങൾ തമ്മിൽ പരസ്പരം പ്രേമിച്ച് കെട്ടിയതൊന്നും അല്ലേ? അത്രയും നേരം വരെ അവരുടെ പ്രണയം കേൾക്കാനായി കാതോർത്തിരുന്ന ആദ്യയുടെ വിവാഹം നടന്ന സാഹചര്യം അറിഞ്ഞതും ഞെട്ടലോടെ നന്ദുവിനോട് ചോദിച്ചു. അല്ല, ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത് വിവാഹത്തിന് ശേഷമായിരുന്നു. നന്ദു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കിയതും അവൾ നിരാശയുടെ പിന്നിലേക്ക് ചാരിയിരിക്കുന്നതാണ് കണ്ടത്. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ഏട്ടൻ്റെയും ഏട്ടത്തിൻ്റെയും പ്രണയത്തിൻ്റെ തീവ്രത അറിയണം, എന്നിട്ട് അതും പറഞ്ഞ് ഏട്ടനെ കളിയാക്കണം. അങ്ങനെ അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞതും നന്ദു അവളെ നോക്കി കണ്ണ് കുറിപ്പിച്ചു. അത് പിന്നെ ഏട്ടത്തി, ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് നമ്മുടെ ഏട്ടന്മാരേക്ക് ഒന്ന് ഏറിൽ നിർത്താൻ പറ്റൂ. ആദ്യം പറഞ്ഞതും നന്ദു അവളെ ഇന്ന് കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് തലയാട്ടി. അതൊക്കെ പോട്ടെ ഏട്ടത്തി, ബാക്കി പറയും. പിന്നെ എന്ത് സംഭവിച്ചു? കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോയത്? ആദ്യം കാലിന് താഴ്ത്തി ഇട്ടുകൊണ്ട് ആകാംക്ഷയോടെ ചോദിച്ചതും നന്ദുവിൻ്റെ മനസ്സിലേക്ക് അന്നത്തെ അവരുടെ യാത്ര മിഴിവോടെ തെളിഞ്ഞു വന്നു. കാറിലിരിക്കുമ്പോൾ ഇരുവരും മൗനമായിരുന്നതേയുള്ളൂ. സത്യത്തിൽ പരസ്പരം എന്തു പറയുമെന്ന് അവർ ഇരുവർക്കും അറിയില്ലായിരുന്നു. നന്ദുവിൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തൊരു പരിചയവുമില്ലാത്ത ഒരാളിനെ വിവാഹം ചെയ്യുന്നത് അവൾക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവനും അവളെ ശല്യം ചെയ്ത് മുന്നോട്ട് നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്ന് അറിയില്ല. രാത്രിയിലെ ക്ഷീണവും പകൽ നടന്ന സംഭവങ്ങളും എല്ലാം ആലോചിച്ചിരുന്നു കൊണ്ട് തന്നെ പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. ഒരു ചെറു മയക്കത്തിലേക്ക് അവൾ വീഴുമ്പോൾ ഇനി എന്തെന്ന ചിന്തയിൽ അവൻ്റെ മനസ്സും ഉടറുകയായിരുന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. കവളിൽ ആരോ തട്ടുന്നതും അതോടൊപ്പം മുഖത്തേക്ക് ശക്തമായി വെള്ളം വീഴുന്നതും അറിഞ്ഞതും നന്ദു പതിയെ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. നന്ദിനി. ആനന്ദിൻ്റെ ശബ്ദം കേട്ടതും നന്ദു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു. തൻ്റെ തൊട്ടു മുന്നിൽ ഇരുന്നു കൊണ്ട് തന്നെ പരിഭ്രമത്തോടെ നോക്കുന്ന ആനന്ദിനെ കണ്ടതും അവളൊന്ന് പിന്നിലേക്ക് ആഞ്ഞു. അപ്പോഴാണ് തൻ്റെ ഇരിപ്പും എങ്ങനെയായിരുന്നെന്ന് അവൻ ഓർത്തത്. അവൻ പെട്ടെന്ന് തന്നെ പിറകിലേക്ക് നീങ്ങിയിരുന്നു. അത് പിന്നെ താ വിളിച്ചിട്ട് കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നില്ല, അതാ ഞാൻ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പോഴേക്കും അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോട്ടൊക്കെയോ നോക്കിയിരിക്കുകയായിരുന്നു. നന്ദിനി.
അവൻ ഒന്നുകൂടെ വിളിച്ചതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ നോക്കി. ഞാൻ കാരണം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എന്നെ എന്നെ ഇവിടെ എവിടെയെങ്കിലും ഇറക്കിയാൽ മതി. ഞാൻ പൊയ്ക്കോളാം സാർ. അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇടർച്ചയുടെ അത്രയും പറഞ്ഞ ശേഷം അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. പുറത്തേക്കൊരു കാലെടുത്ത് വെച്ചതും അവളുടെ കയ്യിൽ ആനന്ദിൻ്റെ പിടി വീണു. അവൾ സംശയത്തോടെ അവനെയും അവൻ പിടിച്ചിരിക്കുന്നതിൻ്റെ കയ്യിലേക്ക് നോക്കി. എങ്ങോട്ടാ? അത് സാർ ഞാൻ ഗൗരവത്തോടെ അവൻ ചോദിച്ചതും അവൾ മറുപടി പറയാനാകാതെ ഒന്ന് വീക്കി. അവൻ അവളുടെ കയ്യിൽ നിന്നും പിടി വിട്ടുകൊണ്ട് അവളെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ ഉയർത്തി കാണിച്ചു. ഇതെന്താണെന്നറിയോ? അവൻ്റെ ചോദ്യത്തിന് അവൾ മറുപടി പറയാതെ അവനെ നീട്ടി ചൊളിച്ച് നോക്കിക്കൊണ്ട് നിന്നു. പറയുന്ന നന്ദിനി, എന്തേത്? അത് താലി. അവൾ വിക്കി പറഞ്ഞു. താലി. ഓക്കെ, ഇതാരാണ് കെട്ടിത്തന്നെന്ന് അറിയോ? അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. അത് പറയേ, ഇതാരാണ് നിന്റെ കഴുത്തിൽ കെട്ടിയത്? അവൻ്റെ ഗൗരവമാർന്ന ശബ്ദം അവളിൽ വല്ലാത്തൊരു വിറയൽ സൃഷ്ടിച്ചു. സാർ, ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? സാറാണ് കെട്ടിയത്. അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തല കുനിച്ചുകൊണ്ട് അവൾ അതിന് മറുപടി പറഞ്ഞു. ഒട്ടും താല്പര്യത്തോടെ അല്ലെങ്കിൽ പോലും ഈ താലി കെട്ടിയ നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഞാൻ ഈ വഴിയിൽ ഇറക്കി വിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരോടെല്ലാം സമാധാനം പറയണമെന്ന് അറിയോ നിനക്ക്? അത് നിയമപരമായി നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞത് കോടയാണെങ്കിൽ. അവൻ പറഞ്ഞു കേട്ട് അവൾ പകപ്പോടെ അവനെ നിന്ന് നോക്കി. എന്തുകൊണ്ട് അവൻ്റെ ആ വാക്കുകൾ അവളിൽ ഒരു വേദന ഉളവാക്കി. അതിൻ്റെ കാരണം കൃത്യമായി മനസ്സിലായതുപോലെ അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. എന്നെ വിശ്വാസമാണെങ്കിൽ എൻ്റെ ഒപ്പം വരാം, അല്ലെങ്കിൽ എവിടെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ വേണ്ടത്? കുറച്ച് സമയമായിട്ടും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവനൊന്നുകൂടി എടുത്തു ചോദിച്ചു. അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നവൾ പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ട് ഞെട്ടലോടെ ചുറ്റിനും നോക്കി. അത് എനിക്ക് വിശ്വാസമാണ്. അവൻ്റെ നെറ്റി ചുളിയുന്ന കണ്ട് അവൾ പരവേശത്തോടെ പറഞ്ഞതും അവൻ്റെ മുഖം ഒന്ന് വിടർന്നു. ചുണ്ടുകൾ ഒന്ന് പുഞ്ചിരിച്ചു. അതേ പുഞ്ചിരിയോടെ തന്നെ അവൻ കാർ മുന്നോട്ടെടുക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം അവിടെ തുറക്കുകയായിരുന്നു. അകത്തേക്ക് കയറി വാ. വയനാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്ത് തൻ്റെ താമസ സ്ഥലത്തേക്ക് അവളെ കൈ പിടിച്ച് കയറ്റുമ്പോൾ എന്താണ് അവൻ്റെ മനസ്സിലെന്ന് എത്ര ആലോചിച്ചിട്ടും ആ നിമിഷം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ താൽക്കാലിക ഷെൽട്ടറാണ്. ഓടുമേഞ്ഞ കുഞ്ഞു വീടിൻ്റെ ചുറ്റിനും നോക്കിക്കൊണ്ട് അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ വാലറ്റിൽ നിന്നും ചാവി എടുത്തുകൊണ്ട് വാതിൽ തുറക്കിനിടയിൽ ആലസ്യമായി മറുപടി പറഞ്ഞു. താൽക്കാലിക ഷെൽട്ടറോ എന്ന് വെച്ചാൽ? അവൾ സംശയത്തോടെ നീട്ടി ചൊളിച്ചതും അവൻ അന്നേരം മറുപടി എന്നും പറയാതെ അവളിൽ നിന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം അകത്തേക്ക് കയറി. അവൻ പോകുന്നത് നോക്കി നിന്നവൾ ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നുപോയി. അതെ, ഇവിടെ വിളക്ക് തന്നെ അകത്തേക്ക് കയറ്റൊന്നും ആരുമില്ല. വേണമെങ്കിൽ അകത്തേക്ക് കയറി വാ. അകത്തു നിന്നും അവൻ വിളിച്ചു പറഞ്ഞതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അകത്തേക്ക് നടന്നു. എന്തുകൊണ്ട് വലതുകാൽ വെച്ച് തന്നെ അവൾ അകത്തേക്ക് കയറിയത് ബെഡ്റൂമിലേക്ക് കയറുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയ ആനന്ദിൻ്റെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിയിച്ചു. താൻ ഇവിടെ ഇരിക്കും, ഞാൻ ഫ്രഷായി വരാം. അതും പറഞ്ഞ് അവൻ കുളിക്കാനുള്ള ടവലും എടുത്ത് പുറത്തേക്ക് നടന്നതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവിടെ കിടന്ന ഒരു ചെയറിലേക്കിരുന്നു. അവളുടെ കണ്ണുകൾ ചുമരിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലോക്കിലേക്ക് നീണ്ടതും സമയം 3 മണിയേതറിഞ്ഞു. അവളൊന്ന് നെടുവീർപ്പെട്ടു. രാവിലെ മുതൽ ഒന്നും കഴിക്കാതിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. അവൾ വയറിൽ അമർത്തി പിടിച്ചുകൊണ്ട് അല്പനേരം കുനിഞ്ഞിരുന്നു. വല്ലാത്ത ദാഹം തോന്നിയതും അവൾ അവിടെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരല്പം വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. അവൾ ഉമ്മനീരിറക്കിക്കൊണ്ട് ചുറ്റിനും നോക്കുന്നിടയിൽ വരുന്ന വഴിയിൽ ഒരല്പം വെള്ളം പോലും വാങ്ങിത്തരാൻ തോന്നാത്ത ആനന്ദിൻ്റെ വിശാല മനസ്സിനെ ആ നിമിഷം അവൾ നന്നായിട്ടൊന്ന് സ്മരിച്ചു. അവൾ പതി എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവിടുത്തെ അവസ്ഥ കണ്ടതും ആ അടുക്കളയിൽ പാചകം ചെയ്തിട്ട് തന്നെ വർഷങ്ങളായെന്ന് അവൾക്ക് തോന്നിപ്പോയി. അവളൊരു നെടുവീർപ്പോടെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് കുളി കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുന്ന ആനന്ദിനെ കാണുന്നത്. ഒരു നിമിഷം അവൾ അവനെ തന്നെ നോക്കി നിന്ന് പോയി. കുളി കഴിഞ്ഞ് ഈറൻ മുടിയിലൂടെ വെള്ളത്തുള്ളികൾ ഒഴുകിയിറങ്ങുന്നു. ഒരു മുണ്ടാണ് കൊടുത്തിരിക്കുന്നത്. തോളിലൂടെ ഒരു ടവൽ പുതച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റം കൊണ്ട് സൈഡിലെ മുടി തോർത്തുന്നുമുണ്ട്. അവൾ ഒരു നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. താനെന്താ അവിടെ നിൽക്കുന്നത്? അവൻ്റെ ശബ്ദമാണ് അവളെ അവൻ്റെ മേലിൽ നിന്നും കണ്ണുകൾ മാറ്റാൻ പ്രേരിപ്പിച്ചത്. താൻ തൈ ചെയ്തത്? ഇത്രയും നേരം താൻ അവനെ തന്നെ നോക്കി നിൽക്കുകയെന്ന ചിന്തയും അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി. അവളുടെ മുഖഭാവവും പിറുപിറുക്കലും ഒക്കെ കണ്ടതും അവൻ സംശയത്തോടെ നീട്ടിച്ചൊളിച്ചു. നന്ദിനി. തോളിലൂടെ ഇട്ടിരുന്ന ടവലെടുത്ത് ദേഹം മൊത്തമായും പുതച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവൾ ഞെട്ടലോടെ മുഖം ഉയർത്തി അവനെ നോക്കി. എന്താ? തന്നെ കൂർപ്പിച്ച് നോക്കുന്നവനെ പതർച്ചയുടെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചതും അവൻ അവളുടെ അരികിലേക്ക് നടന്നു.
ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലേ? താൻ ഇവിടെ എന്തെടുക്കുകയായിരുന്നെന്ന്? അത് ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ. അവൻ്റെ മുഖത്തെ ഗൗരവം കണ്ടതും അവളാകെ വല്ലാതെയായി. ഇവിടെ വെള്ളമൊന്നുമില്ല. ഞാനിവിടെ പാചകം ചെയ്യാറില്ല. എല്ലാം പുറത്തുനിന്ന് വാങ്ങിയ ചെയ്യാറ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് 3-4 ദിവസമായി. അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറിപ്പോയതും അവൾ നിരാശയോടെ അവിടെ കിടന്ന ചെയറിലേക്കിരുന്നു. വിശപ്പും ദാഹവും കാരണം അവൾ വല്ലാതെ തളർന്നു തുടങ്ങിയിരുന്നു. താൻ ആ വാതിലൊന്ന് ചേർത്തടച്ചേക്ക്. ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാം. ഒരു ടീഷർട്ടും ട്രാക്ക് പാൻറ്റും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെ കണ്ട് അവൾ പകപ്പോടെ എഴുന്നേറ്റു. അത് ഞാൻ എവിടെ പോവാ? അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ എന്തോ ഭയം തോന്നി. അത് മനസ്സിലായതുപോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ ഭക്ഷണം വാങ്ങാൻ പോവാ. അത് കേട്ടത് മോളിൽ ഒരു ആശ്വാസം നിറയുന്നത് അവൻ നോക്കി നിന്നും. വാതിലടച്ചേക്ക്. അവളോട് അതും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് നടക്കുന്നിടയിൽ എന്തോ ഓർത്തതുപോലെ അവനൊന്ന് തിരിഞ്ഞു നിന്നു. ആ, ഇവിടേക്ക് വന്ന് കയറിയപ്പോഴേ ചോദിക്കണമെന്ന് കരുതിയതാ. താൻ എന്ത് ധൈര്യത്തിലാ? ഒന്നും ആലോചിക്കാതെ ഞാൻ വിളിച്ച ഉടനെ എൻ്റെ കൂടെ വന്നത്? ഒരു നിമിഷം അവൻ്റെ ചോദ്യം കേട്ടതും അവൾ എന്തു പറയണമെന്നറിയാതെ തറഞ്ഞു നിന്നു പോയി.